Hi, welcome back to my channel. ഇന്ന് നമ്മുടെ സ്വന്തം ട്രഡീഷണൽ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊക്കെ പണ്ട് മുതലേ പരിചയമുള്ള അരിമുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് നല്ല ഉറപ്പുള്ളതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള മുറുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഇതിലോട്ട് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ ഉഴുന്ന് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് ഒന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. 5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പം 1/4 കപ്പും 1 ടേബിൾ സ്പൂണും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലോട്ടുള്ള മാവ് റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലോട്ട് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏത് അരിപ്പൊടിയും യൂസ് ചെയ്യാം. അതും റോസ്റ്റ് ചെയ്തതായാലും ചെയ്യാത്തതായാലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ചെറിയൊരു എരിവും കളറിനും വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. പിന്നെ 1 ടീസ്പൂൺ നിറയെ നല്ല ജീരകം അഥവാ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ള്, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉഴുന്ന് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ചൂടുവെള്ളമായാലും പച്ചവെള്ളമായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് 7 ആയിൽ മുറുക്കിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു അച്ചിട്ടെടുത്ത ശേഷം അതിൻ്റെ ചുറ്റുവട്ടത്തും നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് അതിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം, ഗ്യാപ്പില്ലാതെ. അപ്പോൾ നമുക്ക് ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതെ കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അരിപ്പയുള്ള നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സ്പൂണിൻ്റെ മേലെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ ഒരു വാഴയില മുറിച്ച് വെച്ചിട്ട് അതിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ച് ചുറ്റിച്ചെടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മുറുക്കിൻ്റെ ഷേപ്പ് ഇതേപോലെ റൗണ്ടായിട്ടാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ചൂടായ ഓയിലിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കളർ മാറും. അപ്പോൾ ഇതിൻ്റെ ഉൾവശം നന്നായിട്ട് കുക്കാക്കിയിട്ടില്ല. നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കുക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ ബബിൾസ് കുറഞ്ഞു വരും. അപ്പോൾ നമുക്കിത് നെയ്യിന്നെടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് 7 ആയി വെച്ചിട്ട് ഡയറക്റ്റ് ഓയിലിലോട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിമുറുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുറുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ ഒരുപാട് സ്നാക്കിൻ്റെ റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക.